നമുക്ക് ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കാമേ. അതിനായിട്ട് തന്നെ സിംല മിർച്ചി എന്നാണ് അതിൻ്റെ പേര്. സിംല മുളക് ഇതുകൊണ്ട് ഒരു കൂട്ടാൻ വെക്കാം. ആദ്യമേ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിനകത്തേട്ട് ഇതെല്ലാം കളയണം. ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. രണ്ട് ഉള്ളി കൂടെ എടുക്കാമേ. സവാള ഉള്ളി നമുക്ക് കഴുകിക്കൊണ്ട് വരാം. നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാമേ, ക്യൂബ്സായിട്ട്. അരിയേണ്ടത് ഉണ്ടോ, രണ്ടും അരിഞ്ഞെടുക്കും. എണ്ണ ചൂടായേ, നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഉള്ളിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടാം. രണ്ടും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് കോരിയെടുക്കാമേ. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ച് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടിയപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇതൊരു വലിയ തക്കാളി എടുത്തതാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാമേ. തക്കാളി ഇട്ട് കഴിയുമ്പം എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ബാക്കിയൊക്കെ മുളകൊക്കെ ഇടുന്നത്. നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതൊരു 2 സ്പൂണ് വറുത്ത കടലപ്പൊടിയാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി എടുക്കാമേ. കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുക്കണം. കടലപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ ഒരു മണം വരും. അതായത് കടലപ്പൊടി ഗ്രേവിക്ക് വേണ്ടിയാണ് ഇത്. വേറെ ഇതിനകത്ത് ഗ്രേവി ആകാനൊന്നും ഇല്ലല്ലോ. ഇത് വറുത്ത പൊടിയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ആദ്യം വറുത്തില്ലായിരുന്നോ സിംല മിർച്ചിയും ഉള്ളിയും കൂടെ, അതിട്ട് കൊടുക്കാമേ. ഇച്ചിരി ഉപ്പ് കുറവായി, ഇച്ചിരി ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കാം. ഇതൊരിച്ചിരി മസാലപ്പൊടിയാണ്. മസാലപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അയമോദകമാണ് ഇത്. അത് നമുക്ക് ഇച്ചിരി ഇടാം. കടലപ്പൊടി ഇട്ടതല്ലേ, വയറുവേദനയൊന്നും എടുക്കത്തില്ല. അതിടുമ്പോഴേ ഗ്യാസൊക്കെ പോകും. നമുക്ക് കയ്യിലോട്ടിട്ട് പൊടിച്ചിടാം. ഒരു നുള്ളു കായം, മല്ലിയില ഇടാവേ. നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം.
ചപ്പാത്തിക്ക് ഒരു കറിയാണേ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.